നമസ്കാരം, രുചിസ്മൃതത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത, ഇത് എൻ്റെ മകൾ കൃഷ്ണ. ഞങ്ങൾ 63ാമത് കേരള സ്കൂൾ കലോത്സവം കാണാനായിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത്. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വലിയൊരു ആഘോഷം തന്നെയാണ്. വളരെ നല്ലൊരു പൂരം നടക്കുന്ന അതേ പ്രതീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ഉത്സവ ലഹരി തന്നെയാണിത് കേട്ടോ. ഇവിടെ ഇപ്പം നടക്കുന്നത് പണിയ നൃത്തമാണ്. പണിയ നൃത്തം എന്ന് പറയുന്നത് വയനാട്ടിലെ ഗോത്ര സമുദായത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാന കളിയാണ്. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ടില്ലല്ലോ, എന്താണ് പണിയ നൃത്തം നമുക്കറിയില്ല, നമ്മളത് കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു മത്സര ഇനമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ ഗ്രൂപ്പ് ചേർന്നിട്ടാണ് ഇത് കളിക്കുന്നത്. തുടികൊട്ടി ചീനിക്കുഴൽ വിളിച്ച് തുല്ലസിച്ച് തന്നെ കളിക്കുകയാണ്. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും കളിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം പാട്ട് പാടി അതിനൊപ്പം ചുവട് വെച്ച് കുഴലൂതി തുടികൊട്ടിയാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ പണിയ നൃത്തത്തെക്കുറിച്ച് അറിയാത്തവർക്കും അത് കണ്ടിട്ടില്ലാത്തവർക്കും ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ നിശാഗന്ധിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നേ. നിശാഗന്ധിയിൽ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് അവിടെ ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അഴിച്ചു മാറ്റിയിട്ടില്ല, അതിപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അത് അന്ന് ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി കാണാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്ന് കലയൊക്കെ ആസ്വദിച്ച് ശേഷം ഞങ്ങൾ ലൈറ്റ് കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞങ്ങൾ അന്ന് വന്ന് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതുപോലെ നടക്കുകയാണേ. അപ്പോഴേക്കും മോള് വന്നു, മോക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടോ, എത്ര മനോഹരമായ കാഴ്ച അല്ലേ. ഒരു ഗ്ലോബിന്റെ ഉള്ളിൽ നമ്മുടെ കേരളത്തെ അലങ്കരിച്ച് വെച്ചേക്കുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ മുഴുവനും ചുറ്റി നടന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം അവിടെ നിശാഗന്ധിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണേ. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്ലോബിന്റെ സമീപം കുറച്ച് പൂവിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2025 എഴുതിയിട്ട് അതും ഇങ്ങനെ ലൈറ്റ് കൊണ്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അതൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്തു. ഇവിടെ ന്യൂ ഇയറിന്റെ തലേന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷം തന്നെയായിരുന്നു ഇവിടെ നടന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ തിരക്ക് കാരണം ഞങ്ങളാരും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വലിയൊരു ത്രിവർണ്ണ പതാക ഇവിടെ വെച്ചിട്ടുണ്ടേ. അതിങ്ങനെ പാറി പറക്കുകയാണേ. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സായാഹ്നത്തിന് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴും അങ്ങോട്ടുള്ള തിരക്ക് വർദ്ധിക്കുന്നതേ ഉള്ളൂ കേട്ടോ.